സെറ്റ് വെച്ചാണ് പരിചയപ്പെടുന്നത്? അവിടെ ലൊക്കേഷനിൽ പോണത് പരിചയപ്പെടുന്നുണ്ടല്ലോ. നമ്മൾ മറ്റേ റിഹേഴ്സലിന്റെ സമയത്താണ്. അപ്പൊ ഇവരാണ് ഒപ്പം നിൽക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇൻ ദ സെൻസ് വിഷ്ണുവിനെ നേരത്തെ അറിയാം. വിഷ്ണു ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആക്ടറാണ്. അപ്പൊ വിഷ്ണു ഹൃദയത്തിന്റെ സമയത്ത് നമ്മൾ ഒന്ന് മീറ്റ് ചെയ്തായിരുന്നു. ഇവരെയൊക്കെ അപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു മെമ്പറും കൂടെ ഉണ്ട്, അമിത് ഒരു മെമ്പർ ഉണ്ട്. പുള്ളിക്കാരന് വേറെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഐ തിങ്ക് വിത്തിൻ ആ ഒരു റിഹേഴ്സൽ സ്പേസിൽ തന്നെ കുറച്ചും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ തന്നെ എല്ലാവരും പതുക്കെ സീൻസൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് ആ ഒരു എന്താ പറയുക ബോണ്ടിങ് സംഭവിച്ചു. ഒരു നൈസ് ഒരു മിക്സ് ഓഫ് എന്താ പറയുക ഫേസസ് ആൻഡ് ടാലൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരും ഒരു ടൈപ്പുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഗ്യാങ്ങിന് ഒരു കളർ ഉള്ളത് കാരണം ലയയുടെ സ്റ്റൈലല്ല ഐശ്വര്യയുടെ സ്റ്റൈലല്ല വിഷ്ണുവിൻ്റെ. എല്ലാവർക്കും അമിത് വേറെ ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടെ ഒരു ഫ്ലേവർ ഉണ്ട്, ഒരു കളർ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കാസ്റ്റിംഗ് ചോയ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഈ ലൊക്കേഷനിൽ ചാക്കോച്ചൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര കോമഡിയായി. എനിക്ക് തോന്നുന്നില്ല ചാക്കോച്ചന് വെറുതെ ഇരിക്കാനുള്ള ടൈം കിട്ടിയില്ല. ഫുൾ ടൈം അതിൽ ഇൻവോൾവ് ആയിരുന്നു. അധികം സമയം ഇരുന്നിട്ടില്ലല്ലോ, മറ്റേ ഇല്ലാത്ത സമയത്ത് യൂസ് ഔട്ട് സെറ്റ്. പക്ഷെ വരുമ്പോഴൊക്കെ കണ്ടിന്യൂസ് ഷൂട്ട് ആയിരുന്നു പുള്ളിക്ക്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ഒരു ആക്ഷൻ സീക്വൻസ് അടക്കം ഓൾമോസ്റ്റ് ഈസി ആയിരുന്നു. എന്ന് വെച്ചാൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. മറ്റേ ചാക്കോച്ചന്റെ പഴയ സിനിമാ കഥകളൊക്കെ പറയുമായിരുന്നു, ചോദിക്കായിരുന്നു, ചോക്ലേറ്റ് ബോയ് കാര്യമൊക്കെ ചോദിക്കുമായിരുന്നു? പുള്ളി ഭയങ്കര ചാർമിങ് ആട്ടോ, അതാണ് സാധനം. പുള്ളി ജെന്യുവൻലി ഒരു ജെന്റിൽമാനാണ്. ഇങ്ങനെ ഫേക്ക് ആയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഒരിക്കലുമില്ല. അത്രയും പേഷ്യന്റ്, ഇത്രയും പ്രൊഫഷണൽ, ഇത്രയും എന്താ പറയുക ഒരു കാം ചാർമിങ് ആയിട്ട് ഒരു ജെന്റിൽമാൻ. ഭയങ്കര ഒരു ക്വാളിറ്റി തന്നെയാണ്. ഫാമിലിയൊക്കെ വന്നപ്പോൾ വൈഫൊക്കെ വന്നപ്പോൾ അവരെ ഹെൽപ്പ് എന്താ പറയുക അവരെ കംഫർട്ടബിൾ ആക്കുക, അവരുടെ തമാശയൊക്കെ പറഞ്ഞ് അവർക്കൊരു ചായയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ശരിക്കും ഒരു ജെന്റിൽമാൻ്റെ ഒരു ക്വാളിറ്റീസ് ആണ് അതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ അടുത്തും ഈ ആക്ഷൻ ചെയ്യുമ്പോൾ മാത്രമല്ല, ഈവൻ ഡ്രമാറ്റിക് സീൻസ് ചെയ്യുമ്പോഴൊക്കെ, ഡ്രമാറ്റിക് സീൻസ് കുറവായിരുന്നു നമുക്ക്, പക്ഷെ അത് ചെയ്യുമ്പോഴൊക്കെ പുള്ളി നമുക്ക് ആ സ്പേസ് തന്ന് പുള്ളി നമ്മളിൽ നിന്നും ഒരു ഇൻപുട്ട് എടുത്ത് പുള്ളി തിരിച്ചു തന്ന ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ആ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സിനിമ. പക്ഷെ ഈ സിനിമയുടെ ഒരു വിജയം കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് അല്ലെ. പെട്ടെന്ന് ഒറ്റ ദിവസം രാവിലെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ഇത്രയും ഹിറ്റ് അടിക്കുന്നു ചാക്കോച്ചൻ പോലും വിചാരിച്ചില്ല എന്നോട് പറഞ്ഞത്. ചാക്കോച്ചൻ എന്നോടെന്ന് പറഞ്ഞ് സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ കൂടെ ഇരുന്ന് ഇന്റർവ്യൂ. അപ്പം ഞാൻ പറഞ്ഞു അന്ന് വന്നത് വാക്കിന്ന് പാലിക്കണം, അന്ന് ഇങ്ങനെ വിജയിക്കുന്ന ഓർത്തില്ല എന്നോട് പറയാം, അതുകൊണ്ട് ഇരുന്നിട്ടേ പോകണുള്ളത്. അതാണ് ചാക്കോച്ചൻ ഇരുന്നിട്ട് തന്നെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ സൂപ്പറായിരിക്കുന്നു. ഇനിയും ഒത്തിരി നല്ല സിനിമ കാണണം. നിങ്ങൾ തന്നെ ഇപ്പോഴത്തെ ആളുകളുണ്ട്, ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കാം. നിങ്ങൾക്ക് പ്രേക്ഷകരുടെ അടുത്ത് പറയാം, ഇതൊന്നും അല്ല ജീവിതം അല്ലേ, അതൊന്ന് പറയാമല്ലേ? തീർച്ചയായും ഒരിക്കലും ഞങ്ങളെ പോലെ ആവരുത്. കോൺസിക്വൻസസ് അറിയാനായിട്ട് എന്നിട്ട് ഞങ്ങളെ പോലെ ആകണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. സിനിമ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളാകണോ നിങ്ങളാകണോ എന്ന് സിനിമ കണ്ട് തീരുമാനിക്കാം. അപ്പോഴേ സിനിമ കാണാൻ പോകാൻ പറ്റുള്ളൂ. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഞാൻ മാവേലിക്കര അടൂർ. അപ്പൊ ഇറക്കറ അടുത്തടുത്തൊക്കെയാണ്. എല്ലാരും ആലപ്പുഴ സൈഡായിരുന്നു. അല്ല, ആലപ്പുഴയാണല്ലോ മൊത്തം ഇരിക്കും. ചാക്കോച്ചൻ ആലപ്പുഴ, സ്ക്രിപ്റ്റ് ആലപ്പുഴ, ഡയറക്ടർ ആലപ്പുഴ, പ്രൊഡ്യൂസർ ആലപ്പുഴ. ആലപ്പുഴക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ. ആലപ്പുഴക്കാരെല്ലാം പോയി കാണണം. ആലപ്പുഴക്കാർ മാത്രം കണ്ടാ പോരാ, ആലപ്പുഴക്കാരെല്ലാരും ഇന്ന് തന്നെ കാണുമോ, ബാക്കിയുള്ളവർ നാളെ കാണുമോ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആലപ്പുഴ തിയേറ്ററൊക്കെ ആലപ്പുഴക്കാർ മാത്രം പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി അടുത്ത പ്രൊജക്ട് സംസാരത്തിലുണ്ട്, ഒന്നും അങ്ങനെ ഡിസൈഡ് ആയിട്ടില്ല. പക്ഷെ ഹോപ്പ്ഫുള്ളി ഒരു കപ്പിൾ ഓഫ് മന്ത്സിൽ പ്രൊജക്ട് ഉണ്ടാവാൻ ചാൻസ്. നല്ല അടിപൊളി ഒരു ഐറ്റം കിടപ്പുണ്ടല്ലോ, ഒന്നും ഞാൻ പറയുന്നില്ല. അല്ല എനിക്കറിയാം, ഞാനും പറയില്ല. പക്ഷെ ഇപ്പൊ ഹിന്ദിയില് ഒരു വലിയൊരു സീരീസ് വരാനുണ്ട്. ഇനി ഹിന്ദിയിലാണ് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം പോകും കേട്ടോ. ഈ സിനിമ കഴിയുമ്പോ നോക്കിക്കോട്ടോ, പോയാൽ സമ്മതിക്കില്ല. എല്ലാം ചെയ്യണല്ലോ, വരുന്നൊക്കെ ചെയ്യണം. നല്ല ഓപ്പർച്യൂണിറ്റി. മാസ് എൻട്രി ആയിരുന്നു. താങ്ക് യു. ഇൻട്രോ ഗംഭീരമായിട്ട്. ചാക്കോച്ചൻ്റെ നിങ്ങളുടെ രണ്ടുപേരും ഇൻട്രോ വെറൈറ്റി ആയിട്ടാണ് കൊടുത്തിരുന്നത്. ഇൻട്രോ തിയേറ്ററിൽ ആ ഇൻട്രോയിൽ ഒരു പഞ്ചുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും അവരുടേതായ ഇൻട്രോ തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ നോട്ടം എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. വല്ലാത്തൊരു ലുക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് 2-3 സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്നൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല കേട്ടോ. ചിലപ്പോൾ അതൊരു പെട്ടെന്നൊരു ക്യാമറയ്ക്ക് മുമ്പ് വന്നിട്ട് കുറേ റിഹേഴ്സൽ ഉണ്ടെങ്കിലും പ്രാക്ടീസ് ഉണ്ടെങ്കിലും ക്യാമ്പ് ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ ആ ക്യാമറയ്ക്ക് ആക്ഷനും കട്ടും പറയുന്നതിന് ഇടയ്ക്ക് വരണമെങ്കിലുണ്ടല്ലോ,
അതുപോലെ തന്നെ ആ കഴുത്തിൽ പിടിച്ചതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് തോന്നുവാണ്, അത് ഇങ്ങനെയാണ് വേണ്ടതെന്ന് നമുക്ക് തോന്നുവാണല്ലോ. അത് ചെയ്ത് നിങ്ങളെല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. സിനിമ സൂപ്പർ ഹിറ്റ്. ഇതിൻ്റെ 100ാം ദിവസം നമുക്ക് ആഘോഷിക്കണം. അതിനുള്ള ഭാഗ്യം നമുക്കുണ്ടാവും എന്ന കാര്യം സംശയമില്ല. ചാക്കോച്ചൻ്റെ ചെയ്തു വെച്ച പോലീസ് വേഷങ്ങളിൽ ഏറ്റവും വേറിട്ട ഒരു പോലീസ് വേഷം ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒത്തിരി സന്തോഷം. ഈ സിനിമ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ വേറെ എവിടെയും പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അത് എന്നോട് ഉറപ്പ് തന്നായിരുന്നു പ്രൊഡ്യൂസറും ചാക്കോച്ചനും. രണ്ടുപേരും ഉറപ്പ് തന്നു നിങ്ങൾ ഒരുമിച്ചിരുത്തിയ ഒരു ഇന്റർവ്യൂ എന്നുള്ളത്. എനിക്ക് മാത്രമെന്ന് പറഞ്ഞു അത് എനിക്ക് കിട്ടിയിരിക്കുന്നു. സഹകരിച്ച നിങ്ങളോട് ഒത്തിരി സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എന്തായാലും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. ആ ടിക്കറ്റ് എടുക്കുന്നതിന് മുതലാകുന്ന ഒരു സിനിമ തന്നെയാണ്. ഇവരെല്ലാവരും ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടു. ഞാനും ഡ്യൂട്ടിയിൽ നിന്ന് രാവിലെ തൊട്ട് ഈ സിനിമയുടെ ഉള്ള ഡ്യൂട്ടിയിൽ ഞാനും ഏർപ്പെട്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.